ക്രിമിനൽ കൂട്ടത്തെ കൈവിടില്ലേ എന്നാണ് ചോദ്യം. ഇനിയും കൈവിടാതിരിക്കാൻ കഴിയില്ല എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. എന്താണ് ഇന്ന് രാവിലെ ഈ വാർത്താപ്രഭാതം തുടങ്ങുമ്പോൾ ആദ്യം വന്ന ബൈറ്റ് കെ മുരളീധരൻ്റെയാണ്. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായി എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. ഇന്ന് ആ ബ്രഹ്മാസ്ത്രം ബൂമറാങ്ങായിട്ട് കോൺഗ്രസിൻ്റെ നെഞ്ചത്ത് തറച്ചതാണ് ഈ വാർത്താ സായാഹ്നത്തിൽ നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ കേസും ഇട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാൾ ഇപ്പോഴും കോൺഗ്രസിൻ്റെ ലേബലിലുള്ള MLA ആണ്. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പക്ഷേ അയാൾ ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിലുണ്ട്. പല ഘട്ടങ്ങളിൽ KPCC അധ്യക്ഷനെടുത്ത നിലപാടെന്താ? പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പക്ഷേ പ്രചരണത്തിന് വിലക്കാൻ പറ്റില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അയാൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ വരെ പങ്കെടുത്തില്ലേ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ബ്രഹ്മാസ്ത്രം കിട്ടാമായിരുന്ന ഒരു സുവർണ അവസരത്തിൽ പ്രയോഗിക്കേണ്ടിയിരുന്ന ബ്രഹ്മാസ്ത്രത്തെ സ്വന്തം നെഞ്ചിലേക്ക് കുത്തിയിറക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, എത്ര വൈകിയെത്തിയതാണെങ്കിലും ഇതൊരു അവസരമായിരുന്നു. ഈ ഒരു അതിജീവിത KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും അടക്കം ഒരു പരാതി കൊടുക്കുന്നു. സെക്കൻഡുകൾ കൊണ്ട് മറ്റ് മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തു, അതിനകത്ത് കോപ്പിയുള്ളൂ ഉണ്ട് എന്നുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് DGPക്ക് കൊടുക്കുന്നു. എന്നിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റും കൊണ്ട് അടിക്കുന്നു. നോക്കൂ, CPM ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ DGPക്ക് കൊടുത്തോ? അത് നിങ്ങളുടെ കൺട്രോൾ കമ്മീഷനിലേക്കല്ലേ പോയത്? അത് നിങ്ങൾ ഒരു പ്രത്യേക തീവ്രത അളക്കുന്ന കമ്മീഷൻ വന്നല്ലേ അളന്നത്? പകരം ഞങ്ങൾ അങ്ങനെയല്ലോ DGPക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ തൊട്ടു പിന്നാലെ ഇയാളെ പുറത്താക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ പാർട്ടിക്ക് വേണ്ടി കൈയടിക്കാൻ അണികളുണ്ടാകുമായിരുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പോലും ഒരു പക്ഷേ ഇതാകുമായിരുന്നു. ആ പാർട്ടിക്ക് കിട്ടിയ ആദ്യത്തെ നടപടിയല്ല ആന്റോ കേസ്. പറയുന്നത്തെ കൗതുകകരമായ ഒരു കൗശലം കാണിച്ചത് പാർട്ടിക്ക് യഥാർത്ഥത്തിൽ ഈ 3-15 അല്ല രേഖാമൂലം കിട്ടിയത് 2025 നവംബർ മാസം 28 3 അതിജീവിത പ്രതിപക്ഷ നേതാവിന്റെയും KPCC അധ്യക്ഷന്റെയും മെയിലിലേക്ക് അയച്ചിട്ടുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് KPCC അധ്യക്ഷൻ പറയുന്നത് ഞങ്ങൾക്ക് ആദ്യമായി കിട്ടിയ രേഖയാണിത്. അല്ല, ആദ്യമായി കിട്ടിയ രേഖ നവംബർ 28 പോട്ടെ. പക്ഷെ ഇപ്പോൾ കിട്ടിയ ഒരു പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് എന്തൊക്കെ വിഷയങ്ങളാണ് CPM-നെ പ്രതിരോധത്തിലാക്കാൻ ഉണ്ടായിരുന്നു. നോക്കൂ, വാസുവിന് ജാമ്യം കിട്ടിയിട്ടില്ല. 60-65 ദിവസത്തെ അടുത്ത 6 ആഴ്ചത്തേക്ക് സമയം നീട്ടിക്കൊടുത്തിരിക്കുകയാണ് SITക്ക്. എല്ലാ ഭാഗവും അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അമ്പലക്കള്ളന്മാർ കടക്ക് പുറത്തെന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിൻ തുടങ്ങിയ പാർട്ടിയല്ലേ. ഇന്ന് ആ പാർട്ടിക്ക് ആ വാർത്ത ഏതെങ്കിലും ഒരു ചാനലിൽ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? ഇന്ന് ആ പാർട്ടി നിലപാടെടുത്തിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ആദ്യത്തെ വിഷയം അതാ എടുക്കുകയും രണ്ടാമത്തെ വിഷയം സ്വർണ്ണക്കൊള്ളയോ അതല്ലെങ്കിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്ത വന്നില്ലേ, PMC പദ്ധതിയിൽ ജോൺ ബിട്ടാസാണ് ഇടനില നിന്നത് എന്ന്, ഒരു ബ്രിഡ്ജായിട്ട് നിന്നത് എന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമായിട്ടുള്ള പാലമായി നിന്നത് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞില്ലേ? വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ? അത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? PMC പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായ ജോൺ ബിട്ടാസിന് എന്തായിരുന്നു റോൾ എന്ന് കേരളം ചോദിക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തെ നഷ്ടപ്പെടുത്തി. ഇതാണ് കോൺഗ്രസ് ചെയ്യുന്ന അബദ്ധം എന്ന് പറയുന്നത്. ഓരോ നിമിഷവും വൈകുന്തോറും കോൺഗ്രസ് നിമിഷം പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഈ കേസിൽ എന്നതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇനിയും വൈകുകയാണെങ്കിൽ ഈ കേസ് കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ ഈ മുൻകൂർ ജാമ്യം കോടതി അനുവദിക്കാനുള്ള സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്, കോടതിയാണ് അത് തീരുമാനിക്കേണ്ടത്. പക്ഷേ രണ്ടാമത്തെ കേസ് കൂടെ വന്നിട്ടുണ്ട്. ഇത് സംഭവിച്ചിരിക്കുന്നതെന്നാ 2023 അതായത് 2023 ഇയാൾ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, 2024 25 ഇയാൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇയാളുടെ ക്രിമിനൽ ആൻറ്റീസിഡൻസ്, ക്രിമിനൽ പൂർവ്വ പശ്ചാത്തലം നാളെ കോടതിയുടെ മുൻപിലെത്തും. സ്വാഭാവികമായും അത് ജാമ്യം നിഷേധിക്കുന്നതിനുള്ള പ്രധാന കാരണമായി തീരും. അപ്പോൾ ജാമ്യം നിഷേധിക്കുന്നതുവരെ കാത്തിരിക്കുക എന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. മാത്രമല്ല, എന്താണ് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ചെയ്തത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ചെയ്തത് 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനെ കാറോടിച്ചയാളെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എല്ലാവിധ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്കും പിന്നിൽ, ക്രിമിനലായിട്ടുള്ള എല്ലാ നടപടികൾക്കുമൊപ്പം കൂട്ടുനിന്ന നിഴൽ പോലെ ഉണ്ടായിരുന്ന ഒരാളെ പത്തനംതിട്ടയിൽ മുനിസിപ്പാലിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാക്കി മാറ്റിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തിയ വനിതാ നേതാവിനെ മാലയിട്ട് ഷോൾ അണിയിച്ച് സ്വീകരിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. മറ്റൊരു നേതാവ് ഈ ഒളിവിലിരിക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി കോൺഗ്രസിനെ തന്നെ പ്രതിരോധത്തിലാക്കിയ നിമിഷത്തിൽ അന്ന് ആ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുഗമിച്ചയാൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ സീറ്റ് കൊടുത്തിരിക്കുന്നു. ഇതാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ക്രിമിനൽ നേതാവിനെ കോൺഗ്രസ് കൊടുക്കുന്ന പാരിതോഷം എന്ന് പറഞ്ഞാൽ? രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ കൈവിടുന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പങ്കെടുക്കാം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രചരണത്തിൽ പങ്കെടുക്കണമെന്ന് പ്രാദേശിക നേതൃത്വം തീരുമാനിക്കാമെന്ന നിലപാടാണ് KC വേണുഗോപാൽ അടക്കം എടുത്തത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ച ഞാൻ എണ്ണി നോക്കി 27ഓളം സ്ഥാനാർത്ഥികളെയാണ് പത്തനംതിട്ടയിലും കേരളത്തിലെ വിവിധ ഇടങ്ങളിലും അടക്കം സ്ഥാനാർത്ഥികളായി നിർത്തിയത്. അവിടെയും തീർന്നില്ല, ഒഴിവാക്കിയവരുടെ പട്ടികയുണ്ട് കേട്ടോ.
അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് 27ഓളം സ്ഥാനാർത്ഥികൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തു എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിരെ പറഞ്ഞ പെൺകുട്ടികളടക്കം യൂത്ത് കോൺഗ്രസിലെ മുതിർന്ന വനിതാ നേതാക്കളടക്കമുള്ളവർക്ക് അവസരം നിഷേധിക്കപ്പെട്ടു. അത് നമ്മുടെ മുന്നിൽ പച്ചയായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇനിയും മുന്നോട്ട് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കോൺഗ്രസിലെ നേതാക്കൾ ശക്തമായി പ്രതികരിക്കും. ഞാനിന്ന് യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചത് കെ മുരളീധരൻ പറയുമ്പോൾ ആ തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ടാണ് തള്ളിപ്പറയാൻ പറ്റാത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് ഷാഫി പറമ്പിൽ രാവിലെ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. എൻ്റെ അടുപ്പമോ അടുപ്പക്കുറവോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയെ സ്വാധീനിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ ഞാനും, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരാൻ ഞാനും കുറേ ശ്രമിച്ചിട്ടുണ്ട്, പണിയെടുത്തിട്ടുണ്ട് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകം അറിയണം, ഉമ്മൻചാണ്ടിയുടെ മനസ്സ് ആർക്കൊപ്പമായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമായിരുന്നോ? അല്ല. JS അഖിലിനെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാക്കാമെന്നാണ് ഈ ഉമ്മൻചാണ്ടി ഷാഫി പറമ്പിൽ അടക്കമുള്ളവരോട് പറഞ്ഞിരുന്നത്. ആ JS അഖിലിനെ വെട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ ഷാഫി കാണിച്ച താല്പര്യത്തിനു പിന്നിൽ എന്താണ്? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാന നിമിഷവും കൈവിടാതിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഫോണിലുള്ള രേഖകൾ ഭയക്കുന്നതാരാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ കിട്ടിയാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇടപാടുകളിൽ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്ന് കരുതി ജയിലഴികളിൽ പോകുമെന്ന് ഭയക്കുന്നതാരാണ്? അവരാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്ത് കളയാതെ അവസാനത്തെ നിമിഷവും സംരക്ഷിച്ചു പിടിച്ച് നിർത്തുന്നത്. അത് യഥാർത്ഥത്തിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട കോൺഗ്രസ് അത് ബൂമറാങ്ങായി സ്വന്തം നെഞ്ചത്ത് പ്രയോഗിക്കുന്നതാണ് ഇന്നത്തെ വാർത്താപ്പകൽ കണ്ടത്. എത്രയും വേഗം ഈ രാഷ്ട്രീയ മാലിന്യത്തെ നിങ്ങൾ പുറത്ത് കളയുന്നുണ്ടോ അത്രയും എളുപ്പം കോൺഗ്രസിന് ഈ പ്രതിരോധത്തിൽ നിന്ന് പുറത്തു വന്ന് CPM-നെതിരെ, സർക്കാരിനെതിരെയുള്ള ക്യാമ്പയിനിൽ ശക്തമായി മുന്നോട്ട് പോകാം. ഇത് മുന്നോട്ട് പോകുന്തോറും കേരളത്തിലെ മാധ്യമവും പൊതുജനങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അത് പാർട്ടിക്ക് അപകടമാണ് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. Meet the editors.